ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്ക് തുടക്കമായി. കേരളത്തിലേക്ക് പുതിയതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ശക്തമായി പരാജയപ്പെടുത്തണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും മന്ത്രി. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ബസിന്റെ മരണപ്പാച്ചിൽ. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പൊതുജനാരോഗ്യം പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലിങ്കിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. കാട്ടൂർ ചെമ്മൻചാലിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന ആക്ഷേപം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. കേരളത്തിലേക്ക് പുതിയതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് ദേവസ്വം ബോർഡുകൾ അറിയിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിനുള്ള തടസ്സങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്ന കാര്യം ആധികാരികമായി സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ആനകളെ നടയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഗുണകരമായ ഒരു മാറ്റമുണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, വാർഡ് കൌൺസിലർ ശൈലജ സുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നടത്താൻ പറ്റുമോ എന്ന കാര്യം ആധികാരികമായി ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾക്ക് സുഖചികിത്സ തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ട്. ചികിത്സാക്രമം കൊണ്ട് ലോക വെറ്റിനറി ഭൂപടത്തിൽ വരെ ഈ സുഖചികിത്സയ്ക്ക് ഇടം പിടിക്കാനായി. ഗുരുവായൂർ ആനത്താവളം സ്ഥാപിതമായിട്ട് 5 പതിറ്റാണ്ട് തികഞ്ഞുവെങ്കിലും ഇന്ന് കാണുന്ന തരത്തിലുള്ള സുഖചികിത്സയ്ക്ക് 35ാം പിറന്നാളാണ്. സാമൂതിരി രാജാവിന്റെ ഭരണകാലത്തുണ്ടായിരുന്ന ചികിത്സാരീതി 1990കളിലാണ് ശാസ്ത്രീയമാക്കിയത്. ആനകളുടെ ആരോഗ്യ സംരക്ഷണവും ശരീരപുഷ്ടിയുമായിരുന്നു ലക്ഷ്യം. ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ സമീകൃതാഹാരം ചിട്ടയോടെ നൽകുന്നതാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗജസുഖ ചികിത്സയുടെ പ്രധാന സവിശേഷത. ആദ്യഘട്ടത്തിൽ ആനകളുടെ രക്തവും എരണ്ടവും ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും. കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തും. തുടർന്ന് ആനകൾക്ക് വിരമരുന്ന് നൽകും. പ്രത്യേക ആയുർവേദ ക്രമവും പിന്തുടരും. ഓരോ ആനയുടെയും തൂക്കം, പ്രത്യേകത എന്നിവ കണക്കിലെടുത്താണ് ആഹാരക്രമം തീരുമാനിക്കുന്നത്. അരി, ചെറുപയർ, റാഗി എന്നിവ വേവിച്ച് ചവിനപ്രാശം, അഷ്ടചൂർണം, ധാതുലവണം, മഞ്ഞൾപ്പൊടി എന്നിവ കൂട്ടിക്കലർത്തിയ ഉരുളയായാണ് ആനകൾക്ക് നൽകുന്നത്. വിസ്തരിച്ച തേച്ചുകുളി, വ്യായാമം എന്നിവയും ചികിത്സയുടെ ഭാഗമാണ്. ഈ ചികിത്സാരീതി ആനകളുടെ ആരോഗ്യനിലയിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കിയതായി ആനാ ചികിത്സാ വിദഗ്ധർ വിലയിരുത്തുന്നു. ആനകളുടെ തൂക്കത്തിലും അഴകിലും വലിയ മാറ്റം പ്രകടമാണ്. ഇതിനായി 12.5 ലക്ഷം രൂപയാണ് ചെലവിടുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ആദ്യ ദിനത്തിൽ എല്ലാ ആനകൾക്കും ചികിത്സ നൽകിയെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ 24 ആനകൾക്കാണ് ചികിത്സ നൽകുക. മദപ്പാടിൽ തളച്ചിരുന്ന 12 ആനകൾക്ക് നീരിൽ നിന്നഴിച്ച ശേഷമാണ് ചികിത്സ നൽകുക. ആന ചികിത്സ വിദഗ്ധന്മാരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് തുടങ്ങിയവരാണ് ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. സുഖചികിത്സ ജൂലൈ 30 സമാപിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. സിനിമയുടെ പേര് പോലും തീരുമാനിക്കാനുള്ള അവകാശം മറ്റുള്ളവരിലേക്ക് പോകുന്ന ഇക്കാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ശക്തമായി പരാജയപ്പെടുത്തണമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും സജി ചെറിയാൻ. ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എന്തു പേരിടണം, ഏത് പക്ഷം പിടിക്കണം, എന്തൊക്കെ എഴുതണം, എങ്ങനെ വായിക്കണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക്
എല്ലാ ആവിഷ്കാരവും ചോദ്യം ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് തീർച്ചയായും സാംസ്കാരിക മേഖലയുടെ കൂട്ടായ്മ അനിവാര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് വരുന്ന കടന്നുകയറ്റം അതിനെ ശക്തമായി എതിർത്ത് പരാജയപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ജാനകി സിനിമ പേര് പോലും എന്തുണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മറ്റുള്ളവരിലേക്ക് പോവുക. ഇതിന് മുമ്പൊരു സിനിമ ഇറങ്ങി, ശ്രീ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ. അതിന്റെ എല്ലാ ഭാവവും കട്ട് ചെയ്ത് അത് പ്രദർശിപ്പിക്കേണ്ട ഗതികേടിലേക്ക് നമ്മുടെ നാടെത്തി. നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ഈ ജാനകി സിനിമയിൽ അഭിനയിച്ച് തന്നെ ആരാണെന്ന് ഞാൻ പറയാൻ അറിയാമോ? അവർക്ക് പോലും രക്ഷയില്ല. ആര് എന്ത് പേരിടണം, എന്ത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ എഴുതണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വായിക്കണം എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എല്ലാ ആവിഷ്കാരത്തെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും സാംസ്കാരിക മേഖലയുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സിനിമാ മേഖലയെ വളർത്തുന്നതിനും പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി അടുത്ത മാസം തിരുവനന്തപുരത്ത് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കും. കേരളത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാനായി ഡിസംബറിൽ കൊച്ചിയിൽ സാംസ്കാരിക കോൺഗ്രസ് സംഘടിപ്പിക്കും. സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കും. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ അഭ്യർത്ഥന പ്രകാരം ഒല്ലൂരിൽ സർക്കാർ ഒരു സിനിമാ തിയേറ്റർ നിർമ്മിക്കുമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ലോകോത്തര സാങ്കേതിക വിദ്യയോടുകൂടിയ RGB 4K ലേസർ പ്രൊജക്ഷൻ, ഹ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനലുകളോടുകൂടിയ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, പുഷ്ബാക്ക് സീറ്റുകൾ, പ്ലാറ്റിനം സോഫ സീറ്റുകൾ എന്നീ സംവിധാനങ്ങൾ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള കൈരളി ശ്രീ തിയേറ്ററുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 800-ൽ പരം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തിയേറ്ററിൽ ശീതീകരണ സംവിധാനത്തോടു കൂടിയ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫ്റ്റീരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ടോയ്ലറ്റ്, വാഹന പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA, ചലച്ചിത്ര നടൻ TG രവി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിയേറ്ററിന്റെ ദൃശ്യശ്രാവ്യ മേന്മ അനുഭവവേദ്യമാക്കുന്ന ട്രയൽ ഷോയും നടന്നു. TCV തൃശൂർ. ജാനകി എന്ന സിനിമാ പേരിന് എന്താണ് കുഴപ്പമെന്ന് കോടതിക്കും നമുക്കും മനസ്സിലായിട്ടില്ലെന്ന് നടൻ TG രവി പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് താൻ അഭിനയിച്ച ഒരു സിനിമയുടെ പേര് ജാനകി എന്നാണെന്നും TG രവി വെളിപ്പെടുത്തി. തൃശൂരിൽ കൈരളി ശ്രീ തിയേറ്ററുകൾ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പുതിയ സിനിമാ പേര് വിവാദം പരാമർശിച്ച് സംസാരിക്കുകയായിരുന്നു TG രവി. ജാനകി എന്താണ് ഇതിന്റെ കുഴപ്പമെന്ന് കോടതിക്ക് മനസ്സിലായില്ല, നമുക്കാർക്കും മനസ്സിലായില്ല. ജാനകിക്ക് എന്താ കുഴപ്പം എനിക്കൊട്ടും മനസ്സിലായില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്വേഷിച്ച സിനിമയുടെ പേര് ജാനകി എന്നാണ്. അന്നാർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. MG ശശി സംവിധാനം ചെയ്ത സിനിമയുടെ പേര് ജാനകി എന്നാണ്. ഇനി ഇത് അറിഞ്ഞു ശശിക്ക് എന്താണെന്ന് എനിക്ക് പേടിക്കുക. ശശിയുടെ പേര് മാറ്റാൻ പറയുന്നു. പക്ഷെ ശശിയുടെ പേരില്ല, അവൻ ശശിയെയും കൂടെയല്ലോ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സാംസ്കാരിക വകുപ്പ് ഒരു വകുപ്പ് തുടങ്ങേണ്ടി വരും. പേരുകൾക്ക് വേണ്ടിയിട്ട് ഈ നമ്പർ പ്ലേറ്റ് കൊടുക്കണ മാതിരി ഓരോരുത്തർക്കും ഓരോ നമ്പർ കൊടുക്കുകയായിരിക്കും ബുക്കുണ്ടാവുക. അതെ, പേര് ശരിയാവില്ല എന്ന് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ നമ്പറാക്കുക, നമുക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്പറാക്കിയാൽ ഓരോ പേർക്കും ഓരോരുത്തർക്ക് നമ്പറാക്കുക. സിനിമാ തിയേറ്ററിൽ അഭിനയം സിനിമയിലുള്ള ക്യാരക്ടേഴ്സിന് മുഴുവൻ നമ്പർ 1, നമ്പർ 2, നമ്പർ 3. നമ്പർ 1 മുഴുവൻ നായകനെ, നമ്പർ 2 വില്ലന്മാർക്ക് കൊടുക്കുക, പിന്നെ നമ്പർ 2 കൊടുക്കുക. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി BM&BC നിലവാരത്തിൽ 105.12 കോടി രൂപ മുടക്കി നവീകരിച്ചതോടെ റോഡ് നന്നായെങ്കിലും റോഡിലെ വളവുകളും തിരിവുകളും മാറിയില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട പലയിടത്തും വീതിയുമില്ല. ഇതിനോടകം അപകടങ്ങളിൽ നിരവധി പേർക്കാണ് ഈ റോഡിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ചേലക്കോട് വെച്ച് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചതാണ് അവസാന സംഭവം. നിരവധി പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. കൂടാതെ ചേലക്കോട് റോഡിന് വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയോ ആവശ്യമായിടങ്ങളിൽ കാനകളോ നിർമ്മിച്ചിട്ടില്ല. ഇതുമൂലം ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളവും മണ്ണും മണലും മറ്റും റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K ശശീധരൻ പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റോഡ് പുനർനിർമ്മിച്ചുവെങ്കിലും പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ മറിഞ്ഞ യുവാവ് മരിച്ചയിടത്ത് നിർമ്മിച്ച കലിങ്കിന് വീതി കുറവാണെന്ന നിർമ്മാണ വേളയിൽ തന്നെ ആരോപണമുണ്ടായിരുന്നതാണ്. ഈ ഭാഗത്തുള്ള വളവ് നിവർത്താനും നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നും
യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുറഹ്മാൻ ആരോപിച്ചു. TCV ന്യൂസ് ചേലക്കര. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ബസിന്റെ മരണപ്പാച്ചിൽ. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ബസ്സുകളുടെ മരണപ്പാച്ചിലിന്റെ ഭീകരത വ്യക്തമാണ്. അമിത വേഗതയിൽ വന്ന ബസ് മറ്റു വാഹനങ്ങളെ മറികടന്ന് റോഡിന്റെ എതിർദിശയിലൂടെ പോകുന്നതും സ്കൂട്ടർ യാത്രക്കാരിയായ സ്ത്രീ നിയന്ത്രണം വിട്ട റോഡിന്റെ വശത്തേക്ക് വാഹനവുമായി മാറേണ്ടി വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. വർഷങ്ങളായി ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ഉൾപ്പെടെ റോഡുകളിൽ ബസ്സുകൾ അമിത വേഗതയിലും മത്സരയോട്ടത്തിലും ഏർപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസ്സുകളുടെ അമിത വേഗം നിയന്ത്രിക്കാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ ഇക്കണ്ടവാര്യ റോഡിൽ നിയന്ത്രണം വിട്ട കാർ റൌണ്ട് അബൌട്ടിലേക്ക് ഇടിച്ചു കയറി. പൌരസമിതി സ്ഥാപിച്ച റൌണ്ട് അബൌട്ട് കാർ ഇടിച്ച് തകർത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കാറിന്റെ മുൻവശം തകർന്നു. അമിത വേഗതയാണ് അപകട കാരണം. കേരളത്തിന്റെ പൊതുജനാരോഗ്യം പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ MP കൂടിയായ പ്രതാപൻ. ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു കേരളത്തിലെ ആരോഗ്യരംഗം. എന്നാൽ പിണറായി സർക്കാരുകൾ മേഖലയെ തകർത്ത് കേവലം കച്ചവടം മാത്രമായി മാറ്റി. സ്വകാര്യ മെഡിക്കൽ കോളേജുകളുമായുള്ള അന്തർധാരയാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം പൊതുജനാരോഗ്യം തകർന്നാലേ സ്വകാര്യ മേഖലയ്ക്ക് ഗുണമുണ്ടാകൂ. കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന നടപടിയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടർമാർ അവര് തന്നെ പരസ്യമായി സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ പോലും പരസ്യമായി അവർക്ക് പ്രതികരിക്കേണ്ടി വരികയാണ്. അതിനർത്ഥം കേരള ഗവൺമെന്റ് പൊതു ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇങ്ങനെ വെന്റിലേറ്ററിലായ കേരളത്തിന്റെ പൊതു ആരോഗ്യം അതിനെ അവസാന ശ്വാസോച്ഛ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം UP-ന് പോലും ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ ലോബികളുമായി പിണറായി അന്തർധാരയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടില്ല. ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാത്തത് വകുപ്പിന്റെ അനാസ്ഥയ്ക്ക് ജില്ലയിലെ ഉദാഹരണങ്ങളാണെന്നും പ്രതാപൻ പറഞ്ഞു. ശരാശരി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം 5000-ൽ പരം ആളുകൾ OP-യിൽ വരുന്നത്. എല്ലാവരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകളാണ്. ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 4.5 വർഷമായ ഒരു സൂപ്രണ്ടില്ല. അതുപോലെ തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നെഫ്രോളജിയിൽ ആളില്ല, അതേപോലെ ന്യൂറോളജിയിൽ ആളില്ല. എല്ലാം ഒറ്റ ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആരെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്കുമായി വന്നാൽ, ഹൃദ്രോഗമായി വന്നാൽ, അവരുടെ ഹൃദയം ശസ്ത്രയ്ക്ക് വേണ്ടി ഒരു ഡോക്ടർ വന്ന രോഗി തിരിച്ചു പോകുമോ എന്ന ഭയമുള്ളതാണ് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി. പറയാൻ സങ്കടമുണ്ട്, ഖേദമുണ്ട്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, അഡ്വക്കേറ്റ് ഷാജു ജക്കോടങ്കണ്ടത്ത്, മുൻ DCC പ്രസിഡന്റുമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, മുൻ MLA അനിലക്കര, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. നെഞ്ചുരോഗ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. TCV തൃശൂർ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ 2 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. കൊങ്ങണൂർ റോഡിന് സമീപം റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലുങ്കിന്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു. അക്കിക്കാവ് മുതൽ പാറയമ്പാടം വരെയുള്ള കാലപ്പഴക്കം ചെന്ന് പൈപ്പ് പൊട്ടുന്നത് പതിവായതോടെയാണ് പുതിയ പൈപ്പ് സ്ഥാപിക്കാൻ തുടങ്ങിയത്. പഴയ പൈപ്പ് പൊട്ടി പലയിടത്തും വെള്ളം ഒഴുകുന്നത് റോഡ് നവീകരണത്തിന് തടസ്സമാകുന്നുണ്ട്. മഴക്കാലത്ത് കൊങ്ങണൂർ റോഡിന് സമീപം റോഡിലുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് കലുങ്ക് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ മെയ് മാസത്തിൽ പെയ്ത കനത്ത മഴ മൂലം നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. കാനയിലൂടെ വെള്ളമൊഴുകി വരുന്നത് മൂലം നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ ഈ ഭാഗത്ത് റോഡ് പണി വൈകുകയാണ്. സംസ്ഥാന പാതയിൽ അയ്യപ്പത്ത് റോഡ് മുതൽ അഗതിയൂർ ഭാഗം വരെയുള്ള ഭാഗത്ത് റോഡ് നവീകരണം പൂർത്തിയായിട്ടില്ല. പാറയമ്പാടത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വാഹനങ്ങളെല്ലാം പോർക്കുളം പഴഞ്ഞി വഴിയാണ് സഞ്ചരിക്കുന്നത്. TCV ന്യൂസ് കുന്നംകുളം. കാട്ടൂർ ചെമ്പൻചാലിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരാതിപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്ന് ആരോപണം.
ചെമ്പൻചാലിലെ കടുത്ത വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ ഒരു മാസമായി ബന്ധുവീട്ടിലും ക്യാമ്പിലുമാണ് അഭയം തേടിയിട്ടുള്ളത്. കരുവന്നൂർ പുഴയിൽ നിന്ന് വ്യാപകമായാണ് ഈ പ്രദേശങ്ങളിലേക്ക് ജലം ഒഴുകിയെത്തുന്നത്. കനോലി കനാലും കരുവന്നൂർ പുഴയും സംഗമിക്കുന്ന പ്രദേശത്താണ് കാട്ടൂർ പഞ്ചായത്തിലെ ഈ താഴ്ന്ന പ്രദേശം. മുനയത്ത് നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലിക ബണ്ടാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് വാർഡ് മെമ്പർ അംബുജ രാജൻ ആരോപിച്ചു. കനത്ത മഴയിൽ ബണ്ട് തകർന്നെങ്കിലും ബണ്ടിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കനോലി കനാലിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതുമൂലമാണ് ചെമ്പൻചാലിലുള്ള അധിക ജലം ഒഴുകിപ്പോകാത്തതിന് കാരണമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. കഴിഞ്ഞ 30-ാം തീയതി തുടങ്ങി വെള്ളം കയറി തുടങ്ങിയതാണ്. ഇതുവരെയും ഇവിടുത്തെ വെള്ളത്തിന് പോകാനൊരു തടസ്സം പോലെ നിൽക്കുകയാണ്. ആ വെള്ളക്കെട്ട് മാറ്റാനായി ഒരു നടപടിയും ഇതുവരെ മുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. 2016 മുനയം ചീപ്പ് പുതിയതായിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കൃഷിക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ആ ബണ്ട് ഇടയ്ക്ക് പൊട്ടിച്ച് കളയുന്ന അവസ്ഥയിൽ അവർ പൊട്ടിക്കുന്നില്ല. അതിൻ്റെ മുകളിലെ മണ്ണ് മാത്രം മാറ്റി ആ കെട്ട് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കരുവന്നൂർ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം ആ വെള്ളം പുഴയിലേക്ക് ഒഴുകി പോവാതെ ആ വെള്ളം അവിടെ സ്റ്റോറായിട്ട് തിരിഞ്ഞ് അകമ്പാടം വഴി അത് പള്ളിത്താഴം തോട് വഴി ചെമ്പൻചാലിലാണ് വന്ന് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളം ഇവിടെ നിന്ന് പോവാത്ത അവസ്ഥയിലാണ് വെള്ളം. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ ഇതുവരെ തയ്യാറായില്ലെന്നും അവർ ആരോപിച്ചു. വെള്ളക്കെട്ട് പ്രദേശം കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ CL ജോയ്, ലോയിഡ് ചാലിശ്ശേരി, ജോൺ വെള്ളാനിക്കാരൻ, ചന്ദ്രൻ പുതുവീട്ടിൽ, ഗീതാ കുട്ടൻ എന്നിവർ സന്ദർശിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ അക്രമം. ടോക്കൺ മെഷീനും ഫയർ എക്സ്റ്റിംഗ്വിഷറും എറിഞ്ഞു തകർത്തു. അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുള്ളതായി പോലീസ് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിൽ തുടരുന്ന അദ്ദേഹത്തിന് നിലവിലെ ചികിത്സ തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദീർഘദൂര ട്രെയിനുകളിൽ നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വന്ദേഭാരത്, ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളിലും നിരക്ക് വർധനവുണ്ടാകും. AC കോച്ചുകളിൽ കിലോമീറ്ററിന് 2 പൈസയും non-AC കോച്ചുകളിൽ കിലോമീറ്ററിന് 1 പൈസയുമാണ് വർദ്ധിക്കുക. സെക്കൻഡ് ക്ലാസ് ട്രെയിനുകളിൽ 500 കിലോമീറ്റർ വരെ നിരക്ക് വർധനവില്ല. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റു. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ താൽക്കാലിക ചുമതലയുള്ള H. വെങ്കടേഷിൽ നിന്നും റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ ബാറ്റൺ ഏറ്റുവാങ്ങി. തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് റവാഡ ചന്ദ്രശേഖറിനെ പോലീസ് മേധാവിയായി നിയമിച്ചത്. തിരുവത്ര കുഞ്ചേരിയിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് കടിയേറ്റു. കാട്ടശ്ശേരി രമണി, പെരിങ്ങാട് ഗോപി എന്നിവർക്കാണ് കടിയേറ്റത്. പോത്തിനെയും ആക്രമിച്ചു. കുറുനരിയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിൽ വിളക്ക് കഴുകുന്നതിനിടെയാണ് രമണിക്ക് കടിയേറ്റത്. വീടിന് പുറത്ത് നിൽക്കുമ്പോഴാണ് ഗോപിക്ക് കടിയേറ്റത്. ഇരുവരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാക്സിൻ നൽകി പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഇലഞ്ഞിക്കൂട്ടം ബാൻഡ് സ്ഥാപകനുമായ അനൂപിനെ തൃശൂരിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 40 വയസ്സായിരുന്നു. ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിരുന്നു. വാദ്യോപകരണങ്ങൾക്കൊപ്പം സ്റ്റീരിയോയും അനുബന്ധ ഉപകരണങ്ങളും വീട്ടിൽ നിന്ന് സ്കൂളിലെത്തിച്ച് വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് വൃന്ദവാദ്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിരവധി തവണ വിവേകോദയം സ്കൂൾ സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. ലോക്ഡൌൺ കാലത്ത് അനൂപ് കാഞ്ഞൂരിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പാട്ടുകളുടെ കവർ വേർഷൻ നിരവധി ആരാധകരുണ്ടായിരുന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്.
കുന്നംകുളം സ്വദേശിയായ യുവാവിനെ തെലങ്കാനയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം മങ്ങാട് കുറുമ്പൂർ ശ്രീനിവാസിന്റെ മകൻ 37 വയസ്സുള്ള ശ്രീബനെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്യാസം സ്വീകരിച്ച് നേപ്പാൾ ആശ്രമത്തിൽ കഴിയുകയായിരുന്നു ശ്രീബൻ. നേപ്പാളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴിയിൽ തെലങ്കാനയിലെ കമ്മം സ്റ്റേഷനടുത്ത് റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സ്വന്തം ജീവന് ഭീഷണിയുണ്ടെന്ന നിലയിൽ ട്രെയിനിൽ നിന്നും നാട്ടിലെ സുഹൃത്തിനെ വിളിച്ചിരുന്നു. ഫോൺ സംഭാഷണത്തിന് ശേഷം മണിക്കൂറുകൾക്ക് അകമാണ് മരിച്ചതായി വിവരം ലഭിക്കുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് ബന്ധുക്കൾ തുടരന്വേഷണം ആവശ്യപ്പെട്ട റെയിൽവേ വിഭാഗത്തിനും കുന്നംകുളം പോലീസിനും പരാതി നൽകി. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ച സ്ഥലത്ത് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. പെരുമ്പിലാവ് പതാകര സ്വദേശി കിഴക്കേപ്പാട്ട് 63 വയസ്സുള്ള ശശിധരനാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചത്. അപകട സ്ഥലവും ശശിധരൻ സഞ്ചരിച്ചിരുന്ന ബൈക്കുമാണ് ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ കുന്നംകുളം പോലീസും പരിശോധിച്ചത്. കാട്ടൂർ മുനയം താൽക്കാലിക ബണ്ട് മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CB ബൈജു സന്ദർശിച്ചു. പ്രതിഷേധവുമായി കർഷകർ. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. ബണ്ടിന്റെ ഭാഗങ്ങൾ യഥാസമയത്ത് മാറ്റാത്തത് മേഖലയിലെ കർഷകരെ കാര്യമായി ബാധിച്ചതായി കർഷകർ പറഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തിക ലാഭം ലഭിക്കാത്തത് മൂലമാണ് ബണ്ടിന്റെ ഭാഗങ്ങൾ നീക്കുന്നത് അനന്തമായി നീളുന്നതെന്ന് കർഷകർ കുറ്റപ്പെടുത്തി. മേഖലയിലെ വാഴകൃഷിയെയും മത്സ്യകൃഷിയെയും വെള്ളക്കെട്ട് കാര്യമായി ബാധിച്ചതായും കർഷകർ പറഞ്ഞു. ജില്ലാ കോൾ കർഷക സമിതി അംഗം K. അബൂബക്കർ, കർഷക സംഘം നേതാവ് EC ജോൺസൺ എന്നിവരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഒരാഴ്ചയ്ക്കകം ബണ്ടിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്ത് കനോലി കനാലിലെ ഒഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BA ബഷീർ, പഞ്ചായത്ത് അംഗങ്ങളായ വിമല സുഗുണൻ, രമാബായ് തുടങ്ങിയവരും സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ഗോതുരുത്ത് ദ്വീപിലേക്ക് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. MLA E.T. ടൈസന്റെ ഇടപെടലിലൂടെയാണ് 30 ലക്ഷം രൂപ ചെലവഴിച്ച് ജലസേചന വകുപ്പ് പുതിയ ജല വിതരണ സംവിധാനം ഒരുക്കുന്നത്. മതിലകത്തെ ജലസംഭരണിയിൽ നിന്നും നേരിട്ട് ഗോതുരുത്തിലേക്ക് ഹോട്ട്ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്നതാണ് പുതിയ പദ്ധതി. ഇതോടൊപ്പം 5-ാം പരുത്തിയിൽ നിന്നും കോതപ്പറമ്പിലേക്കും ഹോട്ട്ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താൻ E.T. ടൈസൺ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പെൻഷൻ പരിഷ്കരണത്തിന്റെയും ക്ഷാമാശ്വാസത്തിന്റെയും ആനുകൂല്യം ലഭിക്കാതെ നിരവധി പേർ മരണപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക അനുവദിക്കാൻ പ്രത്യേക പരിഗണന നൽകണമെന്നും കോടാലിയിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് T. ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P. തങ്കം, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, K. സുകുമാരൻ, MK ബാബു, IR ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സർക്കാർ ആശുപത്രികളോടുള്ള പിണറായി സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പടിഞ്ഞാറെ വെമ്പലു കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ K. സിറാജ് അധ്യക്ഷത വഹിച്ചു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ KR അശോകൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, ബ്ലോക്ക് ട്രഷറർ അബ്ദുറഹ്മാൻ കുട്ടി, മഹിളാ കോൺഗ്രസ് ജില്ലാ രക്ഷാധികാരി CB ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ആലത്തൂർ വെണ്ണൂർ നിവാസികൾ ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ TK ഗോപി അധ്യക്ഷത വഹിച്ചു. കൺവീനർ MM ഷാജി, കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് അർഹമായ പെൻഷൻ പരിഷ്കരണവും ക്ഷാമാശ്വാസവും നിഷേധിക്കുന്ന നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ സബ് ട്രഷറിയുടെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. KSSPA കയ്പമംഗലം കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു.
കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് പി.എ. സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ.എ. സിറാജ്, പി.എ. മുഹമ്മദ് സഗീർ, സുധാകരൻ മണപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മിഷൻ ക്വാർട്ടേഴ്സ് കോൺഗ്രസ് ഡിവിഷൻ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ബൈജു സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ ലീല വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് അബി ആന്റണി, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ടോണി എന്നിവർ സംസാരിച്ചു. കനത്ത മഴയിൽ വരാക്കരയിൽ കിണറിടിഞ്ഞ് താഴ്ന്നു. ചേർപ്പൂക്കാരൻ വീട്ടിൽ ദേവന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞത്. കൈവരിയും പമ്പ് സെറ്റും കിണറിലേക്ക് പതിച്ചു. കിണർ താഴ്ന്നതോടെ വീടിന്റെ ചുമരും അപകടാവസ്ഥയിലായി. വലിയ ശബ്ദത്തോടെയാണ് കിണർ ഇടിഞ്ഞത്. ഈ സമയത്ത് ദേവനും അമ്മയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അളഗപ്പ നഗരപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ കാലാനുസൃതവും സമഗ്രവുമായി പരിഷ്കരിച്ച് 12ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ VP ഹാപ്പി ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P. ധനുഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R. ഹരീഷ് കുമാർ, ജില്ലാ സെക്രട്ടറി VJ മുരളി, സംസ്ഥാന കമ്മിറ്റി അംഗം AM നൌഷാദ്, VR സുജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് കേരള NGO സംഘ ഉപവാസ ദിനം ആചരിച്ചു. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ഉപവാസ സമരം NGO സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV മനോജ് ഉദ്ഘാടനം ചെയ്തു. NGO സംഘ ജില്ലാ സെക്രട്ടറി ജയൻ പൂമംഗലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കളരിക്കൽ, ട്രഷറർ വിഷ്ണു തോട്ടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് പെൻഷൻ ജില്ലാ സമിതി കളക്ടറേറ്റ് മാർച്ച് നടത്തി. 12ാം പെൻഷൻ പരിശീലന നടപടി ഉടൻ ആരംഭിക്കുക, പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് പെൻഷനേഴ്സ് സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MS ഗോവിന്ദൻകുട്ടി, സെക്രട്ടറി PS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് കാണാതായയാൾക്ക് വേണ്ടി ഇന്നും തിരച്ചിൽ തുടരുന്നു. എറണാകുളം തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത്. ഇയാളോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാത്രി കോട്ട തിരുത്തിപ്പുറം പാലത്തിന് സമീപം പുഴയിലായിരുന്നു അപകടം. പുഴയിലെ ഒഴുക്ക് തിരച്ചിലിന് പ്രതിസന്ധിയാകുന്നുണ്ട്. പാവറട്ടി പഞ്ചായത്ത് 4ാം വാർഡിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് PN വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തോളൂർ യൂണിറ്റ് കൺവെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PO സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. പുതിയ അംഗങ്ങൾക്ക് ബ്ലോക്ക് പ്രസിഡന്റ് PS രഘുനാഥൻ അംഗത്വം നൽകി. T. രാമചന്ദ്രൻ, കുണ്ടുകുളം ബാബു, KF ജോസ്, PV ജോസഫ് എന്നിവർ സംസാരിച്ചു. KKTM ഗവൺമെന്റ് കോളേജിൽ 4 വർഷ ബിരുദ കോഴ്സിന്റെ പ്രവേശനോത്സവമായ വിജ്ഞാനോത്സവം നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK ബിന്ദു ശർമിള അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ G. ഉഷാകുമാരി, IQAC പ്രതിനിധി ഡോക്ടർ കൃഷ്ണകുമാർ, FI UGP കോർഡിനേറ്റർ ഡോക്ടർ രമണി എന്നിവർ സംസാരിച്ചു. പഠിക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കലാലയത്തിലുണ്ട്. രക്ഷിതാക്കൾക്ക് യാതൊരുവിധ ആശങ്കകളും ഇവിടെ വേണ്ട. മുല്ലശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും മുല്ലശ്ശേരി അനകര സർവീസ് സഹകരണ സംഘങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത സമാപിച്ചു. സമാപന ചടങ്ങ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, മുല്ലശ്ശേരി സഹകരണ സംഘം പ്രസിഡന്റ് KN മനോജ്, അന്നകര സഹകരണ സംഘം പ്രസിഡന്റ് അനിത ഗിരിജകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ പ്രാചീനമായിട്ടുള്ള നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു ഭാഷയുടെ ഉദ്ഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒന്നാണെങ്കിലും അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. നമുക്ക് ചന്തയ്ക്ക് വേറെ എന്ത് തന്നെ പറഞ്ഞാൽ ചെറുകിട മത്സ്യമേഖല ഇല്ലാതാകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മമ്മിയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം ശ്രമത്തിനെതിരെ ട്രേഡ് യൂണിയൻ സംഘടനകൾ രംഗത്ത് വരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ്
കൂട്ടായി ബഷീർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പി ചിത്തരഞ്ജൻ MLA, NK അക്ബർ MLA, UP ജോസഫ്, പ്രസന്നകുമാരി, TT ശിവദാസ്, U സൈനുദ്ദീൻ, ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 310 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരും. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ലഹരിക്കെതിരായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ക്യാമ്പയിൻ നടത്തി. വോളണ്ടിയർ മിഥിലാജിന്റെ നേതൃത്വത്തിൽ വരച്ച ലഹരി വിരുദ്ധ ചുമർ ചിത്രം കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠൻ പ്രകാശനം ചെയ്തു. തുടർന്ന് ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. ലഹരിക്കെതിരായി വിദ്യാർത്ഥികൾ നൃത്തശില്പവും അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ V സ്മിത, SMC ചെയർമാൻ ശങ്കരനാരായണൻ, NSS പ്രോഗ്രാം ഓഫീസർ രേഷ്മ പ്രിയൻ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീത എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിയെ കന്യാകുമാരിയിൽ നിന്നും കണ്ടെത്തി. ചെറുതുരുത്തി നെടുമ്പര സ്വദേശി 13 വയസ്സുള്ള മുഹമ്മദ് നഫാദിനെയാണ് കാണാതായത്. ആറമ്പള്ളി CLCയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആറമ്പള്ളി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ക്യാമ്പ് വികാരി ഫാദർ സൈമൺ തേർമടം ഉദ്ഘാടനം ചെയ്തു. CLC പ്രസിഡന്റ് ജസ്മിൻ ജോൺസൺ, ആനിമേറ്റർ സിസ്റ്റർ റാണി, കൈക്കാരന്മാരായ ജോസ്, ലെറിൻ എന്നിവർ സംസാരിച്ചു. ശമ്പള പരിഷ്കരണം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി വഞ്ചനാ ദിനം ആചരിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CB അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K സുധീർ, ജില്ലാ ട്രഷറർ CM മനീഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിഗിൽ ജോസഫ്, PR അനൂപ്, രഞ്ജിത്ത, P ഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. പൊയ്യ പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി ദാസ് പദ്ധതി വിശദീകരിച്ചു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ 1975-78 BA ഇക്കണോമിക്സ് ബാച്ചിന്റെ സുവർണ ജൂബിലി ആഘോഷം കോളേജ് മാനേജർ മറ്റോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ബാച്ച് കൂട്ടായ്മ പ്രസിഡന്റ് BA ജോസ് അധ്യക്ഷനായിരുന്നു. ബാച്ചിലെ സഹപാഠികളായ ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ, CA ഫ്രാൻസിസ്, കേണൽ P ജോർജ് തോമസ്, ധനതത്വശാസ്ത്രജ്ഞൻ പ്രൊഫസർ ഡോക്ടർ രവീന്ദ്രൻ, അഡ്വക്കേറ്റ് EJ കുര്യൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളമ്പറത്ത്, ബാച്ച് കൂട്ടായ്മ സെക്രട്ടറി ജോസൻ EJ, ട്രഷറർ വിൻസൻ, ഔസേബ് കോടന്നൂർ എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. സിവിൽ എക്സൈസ് ഓഫീസർ അഫ്സൽ ക്ലാസ് എടുത്തു. NSS യൂണിറ്റ് നടത്തിയ ലഹരി വിരുദ്ധ നോട്ട്ബുക്ക് ചലഞ്ച് പ്രിൻസിപ്പൽ പ്രവീൺ, PTA പ്രസിഡന്റ് രാജേഷ് എന്നിവർ അഫ്സലിന് കൈമാറി നിർവഹിച്ചു. കേരള വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ എളവള്ളി പഞ്ചായത്തിൽ സംസ്ഥാന വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ മുരളി പെരുന്തലി MLA ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത സമാപിച്ചു. സമാപന സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, കൃഷി ഓഫീസർ CR രാകേഷ്, കുടുംബശ്രീ ചെയർപേഴ്സൺ ഷീല മുരളി, പ്രോഗ്രാം കൺവീനർ ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള 13ാമത് ഞാറ്റുവേല മഹോത്സവവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ഈ മാസം 5, 6 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സരീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് R നാരായണൻകുട്ടി, ഭരണസമിതി അംഗങ്ങളായ PK പ്രസാദ്, ചന്ദ്രൻ ചിറ്റിയത്ത് എന്നിവർ പങ്കെടുത്തു. ദേശീയ പോസ്റ്റൽ വർക്കേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ദീർഘകാലം തപാൽ വകുപ്പിലെ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതം നയിച്ചുവരുന്ന തപാൽ ജീവനക്കാരെ ആദരിച്ചു. അഗതിയൂർ കുറ്റിയാൽ ഞാലിലെ മാരത്ത് വീട്ടിൽ പത്മനാഭൻ മാരാർ,
മങ്ങാട് കോട്ടയിൽ വീട്ടിൽ കെ മണിയൻ, മങ്ങാട് കല്യാപുള്ളിക്കൽ സുബ്രഹ്മണ്യൻ എന്നിവരെയാണ് സേവാഭാരതി പ്രവർത്തകർ ആദരിച്ചത്. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ, സെക്രട്ടറി മണിക്കുട്ടൻ, ട്രഷറർ KS പ്രദീപ് തുടങ്ങിയവർ സന്നിഹിതരായി. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാമൃത്യുഞ്ജയ ഹോമവും നാളെ നടക്കും. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ, മേൽശാന്തി മനോജ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ഇതോടനുബന്ധിച്ച് രാവിലെ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായ വിതരണവും ഉണ്ടാകും. PN പണിക്കർ ഫൗണ്ടേഷൻ വായനാ ദിന മാസാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന 1 ലക്ഷം വായനാ സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം എഴുത്തുകാരൻ ശ്രീജിഷ് പൊയ്യാറ നിർവഹിച്ചു. അധ്യാപിക ശാന്തി അധ്യക്ഷയായി. പ്രധാന അധ്യാപകൻ KS കിരൺ, വിദ്യാർത്ഥികളായ ES ആമി, VL മയൂഖ, ഷെസ സലീം, ഫാത്തിമ, ജുമാന, ബത്തൂൽ പുസ്തക പരിചയം നിർവഹിച്ചു. PN പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ MA സാദിഖ്, അധ്യാപകരായ ബേബി, ഷജ്ന, പ്രദീപ് എന്നിവർ സംസാരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു. എഴുത്തുകാരൻ AK ശിവദാസ്, റിട്ടയർഡ് പ്രിൻസിപ്പൽ TV ഗോപി, വനിതാവേദി മുഖ്യ ഉപദേഷ്ടാവ് V കുമാരി, സെക്രട്ടറി M സുനിൽകുമാർ, AK ബാലൻ എന്നിവർ സംസാരിച്ചു. അഖില കേരള തന്ത്രി സമാജം മധ്യമേഖലാ ഘടകത്തിന്റെ തൃശൂർ ജില്ലാ പ്രവർത്തക സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ നടന്നു. പ്രൊഫസർ PC കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളിലെ താന്ത്രിക അധികാരങ്ങളിലുള്ള ജ്യോതിഷികളുടെ കടന്നുകയറ്റം ആശങ്കാജനകമാണെന്നും അത് നിയന്ത്രിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യമേഖലാ പ്രസിഡന്റ് പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. പഴങ്ങാപ്പറമ്പ് സതീശൻ നമ്പൂതിരി, മുണ്ടയൂർ സൂരജ് നമ്പൂതിരി, കാലടി സാജു നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് വിലുവാതിരി പാമ്പാടിയുടെയും ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തിരുവല്ലാമല 9-ാം വാർഡ് പഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് വിലുവാതിരി പാമ്പാടി പ്രസിഡന്റ് മനോജ് ചീരാത്ത് അധ്യക്ഷനായിരുന്നു. KA വിപിൻ, ലയൺസ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ കൃഷ്ണകുമാർ പുലേരി, VK വിശ്വനാഥൻ, K ഗോപകുമാർ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ ദേവസ്വത്തിൽ ആനകൾക്ക് 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്ക് തുടക്കമായി. കേരളത്തിലേക്ക് പുതിയതായി ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാർ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുകയെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ ശക്തമായി പരാജയപ്പെടുത്തണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സ്ത്രീകൾക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന് മന്ത്രി. വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് ബസിന്റെ മരണപ്പാച്ചിൽ. സ്കൂട്ടർ യാത്രക്കാരി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. പൊതുജനാരോഗ്യം പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന ജോലികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. റോഡിന് കുറുകെ നിർമ്മിക്കുന്ന കലിങ്ങിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. കാട്ടൂർ ചെമ്പൻചാലിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്ന ആക്ഷേപം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഒരിടവേളയ്ക്ക് ശേഷം നവീകരിച്ച തളിക്കുളം പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രഥമ പ്രിയദർശിനി പുരസ്കാരം റാപ്പർ ഗായകൻ വേടന് സമർപ്പിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇതിന്റെ തത്സമയ സംരക്ഷണം TCVയിൽ കാണാം. നമസ്കാരം.